പരസ്പര മത്സരമാണ്. ഇവിടെ നമ്മളൊരു വീട് വെക്കുമ്പോൾ അപ്പുറത്തെ വീട് ഒന്നും കൂടി വലുതായാൽ ഇവിടെ പൊളിച്ച് പിന്നെയും വലുതാക്കുകയാണ്. അവിടെ ഇപ്പോഴും പിന്നെ ബിരിയാണിയും അതേ കല്യാണത്തിന് 5 വിഭവങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ 6 വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. ഈ ഫഖ്ർ നടിക്കൽ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ചെറുതായില്ലേ എന്ന് നമ്മൾ നമ്മുടെ ഉള്ളത്തോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ മകൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ അനിയത്തിയുടെ മകൻ ഡോക്ടറായതുകൊണ്ട് നീ ഡോക്ടറാകാതെ നിവൃത്തിയില്ല എന്ന് ഏട്ടത്തിയുടെ മകനോട് പറയുന്ന ഫഖ്റിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടിയും ഏത് രീതിയിലൂടെ പോയാൽ എവിടെ എത്തുമെന്ന കൃത്യമായ ബോധത്തിലൂടെ വളർത്തി വലുതാക്കേണ്ടതിന് പകരം ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ, ഞാൻ അങ്ങനെ പറയുന്നു നിങ്ങൾക്ക് തോന്നരുത്, ഡോക്ടർ അല്ല, എഞ്ചിനീയർ അല്ല, കളക്ടർ അല്ല, സയന്റിസ്റ്റ് അല്ല, ഈ ലോകത്തിൽ അവരൊക്കെ ആയാലും ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും കളക്ടർ ആയാലും സയന്റിസ്റ്റ് ആയാലും ഇനി എന്തൊക്കെ ആയാലും ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ, അതിനെ കരിയർ എന്ന് വിളിക്കാമോ എന്നറിഞ്ഞുകൂടാ, ഏറ്റവും ടോപ്പ് പൊസിഷൻ, പ്രൊഫഷൻ അല്ല, ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? സോഷ്യൽ റിഫോമർ ആവുക എന്നതാണ്. സോഷ്യൽ റിഫോമർ, സോഷ്യൽ ലീഡർ അല്ല, സോഷ്യൽ റിഫോമർ. സമൂഹത്തെ മാറ്റിമറിക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യനായി മാറുക എന്നതാണ്. അവൻ സ്വയം ഡോക്ടറായി, അവൻ സ്വയം എഞ്ചിനീയറായി, അവൻ സ്വയം കലക്ടറായി, എവിടെയെങ്കിലും കലക്ടറേറ്റിൽ ഇരുന്നിട്ട് ജീവിതകാലം മുഴുവൻ കലക്ടറായി ഭരിക്കണം, അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ അതേ മനുഷ്യൻ തന്നെ ആധുനിക ലോകത്തിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു മനുഷ്യനായി സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഖുർആന്റെ ബേസിൽ നിന്നുകൊണ്ട്, ഹദീസിന്റെ ബേസിൽ നിന്നുകൊണ്ട്, മനുഷ്യത്വത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട്, മാനവികത മുഴുവൻ നെഞ്ചിലെട്ടിക്കൊണ്ട് നമ്മുടെ ഓരോ കുട്ടികളെയും വ്യക്തമായി ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ലാബിലിറ്റിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. ആ ഒരു ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുനിയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടില് അങ്ങനെയാകുമ്പോൾ തൗഹീദിന്റെ ലോകത്തിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകണം. ഈ കാണുന്ന എല്ലാ ലോകവും തീർക്കുന്നത്, നേരത്തെ പറഞ്ഞ ഒരു ഗ്യാങ്ങായി മാറുന്നത് എന്തുകൊണ്ടെന്നാൽ അതിന്റെ നെഗറ്റീവ് അല്ല പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് മദ്യപിച്ചു എന്ന് വെക്കുക, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ചെറുതായി ഇതൊന്ന് ഉപയോഗിച്ചു എന്ന് വെക്കുക, അവനെ ഒറ്റപ്പെടുത്തി അവനെ ഒരു മഹലിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് അല്ലെങ്കിൽ അവനെ ബാൻ ചെയ്ത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? അവനെ രഹസ്യമായി കണ്ടെത്തണം, എന്നിട്ട് നല്ലൊരു കൗൺസിലറുടെ അരികിൽ എത്തിക്കണം. നന്നായി കൗൺസിലിംഗ് കൊടുത്താൽ മാറുമെങ്കിൽ, അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ അവന്റെ മനസ്സറിഞ്ഞ്, അവന്റെ പേഴ്സണാലിറ്റി അറിഞ്ഞ്, അവന്റെ ഇമോഷൻ അറിഞ്ഞ് അതിമനോഹരമായി അവനെ തിരുത്താൻ പറ്റുന്ന ഒരു നല്ലൊരു കൗൺസിലറുടെ അരികിൽ നിങ്ങൾ എത്തിക്കണം. അങ്ങനെ കൗൺസിലർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, കൗൺസിലിംഗ് മാത്രം കൊണ്ട് നടക്കുന്നില്ല എങ്കിൽ തെറാപ്പി കൂടി ചെയ്യണം. ഇന്നലെ ബാംഗ്ലൂരിൽ ഞാൻ കണ്ടു, ഈ പറയുന്ന കുട്ടികൾ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായ തെറാപ്പികൾ ചെയ്തുകൊണ്ട് അതിമനോഹരമായത് മാറ്റിമറിക്കുന്ന പ്രവണതകളെ, അങ്ങനെ ആ തെറാപ്പികൾ ചെയ്തുകൊണ്ട്, ഇതിൽ ആരെങ്കിലുമൊക്കെ മുമ്പും എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ തെറാപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാകാം. ഞാൻ ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അതേപോലെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അപ്പൊ തെറാപ്പികൾ ചെയ്തുകൊണ്ട് മാറ്റണം. ഇനി അതുകൊണ്ട് നിൽക്കുന്നില്ല എങ്കിൽ ആ കുട്ടികളെ മെഡിക്കേഷൻ കൊടുക്കണം, അഥവാ മരുന്ന് കൊടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മെഡിക്കേഷനിലൂടെ മാറുന്നില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. ഡി അഡിക്ഷൻ സെന്റർ 4ാമത്തെ ഘട്ടമാണ്. അല്ലാതെ ഒരു കുട്ടി ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോഴേക്ക് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എടുത്തെറിയലല്ല. കാരണം ഡി അഡിക്ഷൻ സെന്ററിൽ എക്സ്ട്രീം ലെവലിലുള്ള കുട്ടികളെ നമ്മൾ കാണും, തല ഇങ്ങനെ ആക്കിയിട്ട് മുടിയെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് ചുമരിൽ മുട്ടിയിട്ട് അട്ടഹസിക്കുന്ന കുട്ടികൾക്കിടയിൽ സാധാരണ നോർമലായ ഒരു കുട്ടിയെ കൊണ്ടുപോയി കിടത്തരുത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ 2-3 മെത്തേഡുകൾ നമ്മൾ പാലിച്ച്, പറ്റുന്നില്ല എങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറയാ, ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ ഡി അഡിക്ഷൻ സെന്റർ ഒന്ന് കാണിച്ചു കൊടുക്കെങ്കിലും വേണമെന്ന്. നമ്മൾ ഈ ഊട്ടിയും മൈസൂരും മാത്രം പോയാൽ പോരാ, ഡി അഡിക്ഷൻ സെന്ററിൽ എന്ത് നടക്കുന്നു എന്ന് ഒറ്റത്തവണ സുബോധത്താൽ അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു കുട്ടിയും പിന്നെ ഇത് ഉപയോഗിക്കാൻ നിൽക്കില്ല. കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലേറ്റോ അല്ലെങ്കിൽ ഗ്ലാസോ കൈ കിട്ടിയാൽ അതുകൊണ്ട് ഇങ്ങനെ കൈ മാന്തിയിട്ട് നരമ്പ് പൊട്ടിച്ചിട്ട് രക്തം കുടിക്കുന്ന കുട്ടികളെ ഡി അഡിക്ഷൻ സെന്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് സുബോധത്താൽ മരുന്നടിക്കുന്നതിന് മുമ്പേ നമ്മുടെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ, പടച്ചോനെ ഇങ്ങനെയൊന്നും ആകാതിരുന്നാൽ മതി എന്ന ഉറപ്പ് നമ്മുടെ കുട്ടികൾക്കുണ്ടാകും. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ അത് ഉണ്ടാകുന്നതിന് മുമ്പ് കാണാൻ പോകുന്നത് നല്ലതാണ്. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമ്പോൾ അതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വീണ്ടും ഈ സ്ഥലത്തേക്ക് അവനെ എത്തിക്കരുത്, അവനെ റീപ്ലേസ് ചെയ്യാൻ പറ്റണം, അഥവാ മറ്റൊരു ലോകത്തിലേക്ക് അവനെ എത്തിക്കണം. പഴയ ഗ്യാങ്ങിലേക്ക് അവനെ എത്തിക്കരുത്. ഈ ഗ്യാങ് പിന്നെയും അവനെ തേടി പോകുമെങ്കിലും. അങ്ങനെ എത്രയോ കുട്ടികൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് കയറി നന്നായിട്ടുള്ള ഒരുപാട് മക്കളെ നമുക്കറിയാം. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സംഘടന, ഈ സംഘബോധം
എന്നും ഇതിനു വേണ്ടിയിട്ട് തുനിയുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ പ്രത്യേക ഒരു സംഘടനയാളല്ല. ഒക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഗുരുനാഥന്മാരുണ്ടാകും, അവർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളുണ്ടാകും എന്നതല്ലാതെ ഞാൻ അതിൽ നിന്ന് വിഭിന്നമായി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ സംഘടനയും നമ്മൾ മാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവരെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. സംഘടനാപരമായ പക്ഷപാതിത്വം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിൽ ഇടപെടാൻ എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും ചെലവഴിക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ നന്മയുടെ പാതയിലൂടെ മുന്നേറുക. ഈ സംഘബോധം, ഈ സംഘടന ഏറ്റവും ഉദാത്തമായ രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ്. അതിന് ഖുർആന്റെ ഒരു വെളിച്ചമുണ്ട്, ഒരു നൂറുണ്ട്. ആ പ്രകാശത്തിലൂടെ നമ്മൾ പോകണം. ഏകനായ അള്ളാഹുവിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർത്ത് വെക്കുന്ന ഒരു വല്ലാത്തൊരു ലോകം നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ കുട്ടികളെ ഓരോ പ്രായത്തിലും എങ്ങനെയൊക്കെയാണ് അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ കൊണ്ടുപോകേണ്ടത് എന്ന്, കളിക്കേണ്ട സമയത്ത് കളിക്കാനും, ഭംഗിയുടെ സമയത്ത് ഏറ്റവും വലിയ ഭംഗി ഏതാണെന്നും, വിനോദത്തിൽ ഏറ്റവും നല്ല വിനോദം ഏതാണെന്നും, ആ വിനോദം ഇത് ഈ സ്റ്റേജിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. പക്ഷേ ഭംഗി എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ മാറ്റി മാറ്റി ഉടുക്കുന്നതിലല്ല മോനെ. ഒരിക്കലും വസ്ത്രങ്ങൾ മാറ്റി മാറ്റി ഉടുക്കുന്നതിന് പകരം നീ പെരുന്നാളിന്റെ ദിവസം യതീമായ ഒരു കുട്ടിക്ക് നിന്റെ പുതിയ വസ്ത്രം കൊണ്ട് ചെന്നെത്തിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന ഒരു കണ്ണുനീരുണ്ട്. അതാണ് നിന്റെ സീനത്തെന്ന്, അതാണ് നിന്റെ ഭംഗിയെന്ന് നീ ഒരിക്കലും വിട്ടുപോകരുതേ മോനെ എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ മകനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, എന്നാലും പറഞ്ഞോട്ടെ, ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞോട്ടെ. ഈ വയനാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വീടുകൾ ഒലിച്ചു പോകുന്നത് കണ്ടവൻ അന്ന് ചെറിയ കുട്ടിയാണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ആ വീട് എന്താ ഉപ്പ അങ്ങനെയെന്ന്. അവ പറഞ്ഞു, മോനെ അത് ഒഴുക്കിൽപ്പെട്ട് പോയതാണ്. അപ്പൊ അതിലുള്ള ആൾക്കാരോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് അതിലുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, നാളെ വീട് അപ്പം ഇനി അവരെവിടെ താമസിക്കുക, അവൻ്റെ ചോദ്യങ്ങളാണ്. അപ്പം പറഞ്ഞു അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, പിന്നെന്തെങ്കിലുമൊക്കെ ആവും എന്ന് പറഞ്ഞ ആ വീട് ഇങ്ങനെ അസ്തമിച്ചപ്പോൾ അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ രണ്ട് കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട്. ആഹാദി മർസുക്ക് മുജിത്തബ എന്ന് പറയുന്ന എൻ്റെ മോൻ ഇപ്പം ഈ സദസ്സിലിരിക്കുന്നുണ്ട്, രണ്ട് കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്ന, ഞാനൊരു ഇത് പറയല്ല, ഒരു എന്താ പറയുക, ഒരു പിന്നെ ഉയർത്തി പറയല്ല, ഞാൻ പറയാം അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ A+. അവന് SSLCക്ക് A+ എടുത്തില്ലെങ്കിൽ പോലും ആ മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന മക്കളാണ് നമ്മുടെ A+ എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെറും A+ എടുക്കുന്ന മക്കളല്ല A+കാരൻ. പകരം ഒരു മനുഷ്യൻ ആപ്പതിച്ചു എന്ന് കാണുമ്പോൾ അവിടുത്തെ കുട്ടികൾ എവിടെയായിരിക്കും പടച്ചോനെ എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള നല്ല മനസ്സുള്ള കുട്ടികളായി നമ്മുടെ എല്ലാവരുടെ കുട്ടികളുണ്ടാകും. എൻ്റെ മോനൊരു ഉദാഹരിച്ചു പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ മനസ്സുള്ള കുട്ടികളായി നമ്മളെ കുട്ടികളെ വളർത്തണം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ സഞ്ചരിക്കണം, ഓരോ സ്ഥലത്തും പോയിട്ട് വിഷമങ്ങൾ നമ്മൾ കാണണം, പാവപ്പെട്ടവരുടെ നോവുകൾ കാണണം. അതേപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ മെമ്പേഴ്സ് ആക്കി പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടികളെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറ്റണം. ഇങ്ങനെ മനുഷ്യന്റെ കാരുണ്യവുമായി ബന്ധപ്പെടുത്തി അവനെ കൊണ്ടുപോവുകയും ഡി അഡിക്ഷൻ സെന്ററിലെ ആളുകളുടെ വിഭ്രാന്തി കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്ന മകനായി അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, എൻ്റെ അനുജന്മാരെയോ എൻ്റെ മറ്റുള്ളവരെയോ അതിലേക്ക് കൊണ്ടുപോകില്ല എന്ന ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ്. അതിന് നമ്മൾ എപ്പോഴും വെക്കേണ്ടത്